മക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ 3 കാര്യങ്ങൾ പഠിപ്പിക്കണേ. അങ്ങനെ വിദ്യാഭ്യാസം മാത്രമല്ല, സയന്റിഫിക് എഞ്ചിനീയറിംഗ് അല്ല, കെമിസ്ട്രി രസതന്ത്രങ്ങളല്ല, അല്ലാണ്ട് റസൂലിനെ പഠിപ്പിക്കണം, അവിടുത്തെ അഹ്ലു ബൈത്തിനെ പഠിപ്പിക്കണം. അല്ലാഹുവിന്റെ ഖുർആനെ നിങ്ങൾ പഠിപ്പിക്കണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല അമാനത്തായിട്ട് ഏൽപ്പിച്ച വിശുദ്ധമായ ഖുർആനിന്റെ ആദ്യാക്ഷരങ്ങൾ പോലും മക്കളെ പഠിപ്പിക്കാതെ കടലിൽ കടന്നു വരുന്ന സംസ്കാരത്തിന്റെ നടുവിലേക്ക് മക്കളെ പറഞ്ഞു വിടുമ്പോ നാളെ നിന്റെ മക്കളും ഇതേപോലെ ചാനൽ ചർച്ചയിൽ ഒരു നപുംസകത്തെ പോലെ കടന്നു വരുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങള് കോഴിക്കോട് ദേവഗിരി കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന 2ാം വർഷ വിദ്യാർത്ഥിക്ക് പൊന്നുമോളെ നിനക്ക് സാധാരണ പുസ്തകം പോലെ തോന്നിയെങ്കിൽ അത് കമലാസുരയ്ക്ക് തോന്നിയില്ലല്ലോ, സാധാ സർവൂസിന് തോന്നിയില്ലല്ലോ, ഇവോക്ക് തോന്നിയില്ലല്ലോ. ഒരു പച്ച ചുരിദാറിന്റെ തട്ടമിട്ടിട്ട് ലോകത്തിന്റെ മുമ്പ് ഫെമിനിസത്തിന്റെ ഹൈഹീൽഡ് ചെരുപ്പ് വിരിച്ചിട്ട് ഖുർആൻ കയ്യിൽ പിടിച്ചിട്ട് അറിയില്ലെന്ന് പറയുമ്പോ നിന്റെ കാവിലെ ആംഗലേയ വിദ്യാഭ്യാസത്തിന്റെ അക്ഷരങ്ങൾ പഠിച്ച 994 നോബൽ സമ്മാനത്തിന് പേര് കടിക്കപ്പെട്ട മാധവിക്കുട്ടി കേരളത്തിൽ നോവലിസ്റ്റിന് ഭാഗ്യം കിട്ടിയിട്ടില്ല. ആ മാധവിക്കുട്ടി പറഞ്ഞത് ഈ ഖുർആനാണ് ലോകത്തിന്റെ ഏറ്റവും വലിയ ഗ്രന്ഥമെന്ന്. ചാൾസ് രാജകുമാരൻ ഈ കയ്യിൽ ഖുർആൻ പിടിച്ചിട്ടാണ് പറഞ്ഞത് യൂറോപ്പിന്റെ അവസരം ഖുർആനാണെന്ന്. എന്റെ സഹോദരിയാണ് പറഞ്ഞത് ഖുർആൻ ഓതിയപ്പോൾ എനിക്ക് വീണ്ടും മോദനമെന്ന് തോന്നിയെന്ന്. ദൈവത്തിന്റെ സനത് സമ്മേളനത്തിൽ വന്നപ്പോ കോഴിക്കോട് ദേവഗിരിയിലെ പെണ്ണ് ഇന്ത്യ രാജ്യത്തിന്റെ ഉരുക്ക് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി എന്നിട്ട് നീ ഖുർആൻ കേട്ടിട്ട് പട്ടക്ക് പൊട്ടിക്കരഞ്ഞെങ്കിൽ പട്ടച്ചുരിദാറിട്ട് പൊട്ടിക്കണ്ടേ. നിനക്കാണ് നിന്റെ വിദ്യാഭ്യാസത്തിന്റെ പരിമിതി കൊണ്ട് തോന്നിയത് ഈ ഖുർആനിലെ സാധാരണ പുസ്തകമാണെന്ന്. ഇല്ല പരാവാരം പോലെ കടലിന്റെ തിരമാല പോലെ അനന്തമായ സാഗരം നൽകിയ വിശുദ്ധ ഖുർആൻ പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഹാദ എന്ന് പറയുന്ന 2 അക്ഷരത്തിൽ ഒത്തിരി മുദ്രാവാക്യമുണ്ട്. ഞാനതിലേക്ക് നടക്കുന്നില്ല. ഇത് കൂടി കമീസി ഹാല എന്റെ ഈ കുപ്പായം കൊണ്ടുപോയി വാപ്പാടെ മുഖത്തിട് മോനെ.